തൂലിക. എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു. നിർവഹണം സ്വപ്ന രാജേഷ്. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. എഴുത്തിലും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന വയനാടിന്റെ സ്വന്തം എഴുത്തുകാരൻ ഹാരിസ് നെന്മേനിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. മലയാളത്തിന് ഏറെ സുപരിചിതനായ ഇദ്ദേഹം 13ഓളം പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തിച്ചു. ഏതാണ്ട് 5ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരണത്തിനായി ഒരുങ്ങുന്നു. ചരിത്രത്തിൽ ബിരുദവും സോഷ്യോളജിയിലും ഗ്രാമവികസനത്തിലും ബിരുദാനന്തര ബിരുദവും നേടിയ അദ്ദേഹം ഇപ്പോൾ റവന്യൂ വകുപ്പിൽ ജോലി ചെയ്തു വരുന്നു. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഹാരിസ് നെന്മേനി അവയെ സഞ്ചാര സാഹിത്യങ്ങളായി പകർത്തിവയ്ക്കുന്നു. നിലവിലെ ആകാശവാണിയുടെ സ്പോർട്സ് കമന്റേറ്റർ കൂടിയായ അദ്ദേഹത്തിന്റെ ജീവിതവും സാഹിത്യവും നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സർ, തൂലികയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹാരിസ് സാറിന് ഏതാണ്ട് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായനക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പം എത്ര പുസ്തകങ്ങളായിട്ടുണ്ടാവും സർ? ആകെ ഇപ്പോൾ 13 പുസ്തകങ്ങളാണ് എൻ്റെ പേരിൽ വന്നിട്ടുള്ളത്. ഏറ്റവും അവസാനം വന്നത് പാലം എന്ന് പറയുന്ന ഒരു നോവലാണ്. കേരളീയം പരിപാടിയിൽ നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ചാണ് അതിൻ്റെ റിലീസ് ഉണ്ടായത്. 2ാമത്തെ എഡിഷനായി. ഒരു മാസം കൊണ്ട് തന്നെ ആദ്യത്തെ എഡിഷൻ കഴിഞ്ഞു. അപ്പോൾ അത് ഒരു സാമൂഹ്യ നോവലാണ്. ദേശത്തൊരു പാലം വരുന്നതും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡൈനാമിക്സും അത് മനുഷ്യരെ ബാധിക്കുന്നതും അവിടുത്തെ മനുഷ്യരുടെ അങ്ങനെ ഒരു ഇന്ത്യയിലെയും കേരളത്തിലെ ഒരു സാമൂഹ്യ ജീവിതം മൊത്തത്തിൽ ആ ഒരു പാലം എന്നുള്ള പശ്ചാത്തലത്തിൽ പരിശോധിക്കുന്ന ഒരു നോവലാണ് പാലം. നോവലാണല്ലേ? അത് നോവലാണ്. ആദ്യത്തെ എൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പും നന്നങ്ങാടി എന്ന് പറയുന്ന ഒരു ചെറുകഥകളുടെ സമാഹാരമാണ്. 2 പേർ ചേർന്ന് എഴുതിയതാണ്. അതിപ്പോൾ ഒരു അബ്ദുള്ളക്കുട്ടി ഇടവണ്ണ എന്ന് പറയുന്ന ഒരാൾ ഭാര്യ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ കഥകളായിരുന്നു ആ പുസ്തകത്തിൽ ഒരു ഭാഗത്ത്, മറുവശത്ത് എൻ്റെ. അങ്ങനെ 2 പേരുടെയും കഥകളുടെ പേരുകൾ ചേർത്ത് ഫോട്ടോഷോപ്പും നന്നങ്ങാടി എന്നുള്ള പേരിലാണ് ആ പുസ്തകം വന്നത്. അതാണ് ആദ്യത്തത്. അതിനുശേഷം പിന്നീട് വന്നത് പ്രധാനപ്പെട്ട വർക്കായിട്ട് വരുന്നത് ഭൂമി അളന്നെടുക്കുന്നതിലെ വൈഷമ്യങ്ങൾ എന്ന് പറയുന്ന കഥകളുടെ സമാഹാരമാണ്. 13 കഥകളാണ് ഉണ്ടായിരുന്നത്. 2013 അത് വന്നത്. 2011 വരെ ഞാൻ വിവിധ മാഗസിനുകളിലൊക്കെയായി എഴുതി പ്രസിദ്ധീകരിച്ചു വന്ന കഥകളെല്ലാം ചേർത്ത് കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 13 കഥകളുടെ ഒരു സമാഹാരം. അതാണ് ഭൂമി അളന്നെടുക്കുന്നതിലെ വൈഷമ്യങ്ങൾ എന്ന് പറയുന്ന കഥാസമാഹാരം. അത് കണ്ണൂരിലെ കൈരളി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അതിപ്പോൾ 2ാം പതിപ്പിലാണ് ഉള്ളത്. അപ്പോൾ അതൊരു എഴുത്തുകാരെന്നുള്ള രീതിയിലൊരു വിലാസം തന്നൊരു പുസ്തകം അതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ വായിക്കുന്നു. ധാരാളം റിവ്യൂസൊക്കെ അതിൽ വന്നു. മലയാളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട മാഗസിനുകൾ, പിന്നെ ഏഷ്യാനെറ്റിൻ്റെ റേഡിയോ, പത്രങ്ങൾ, എല്ലാത്തിലും തന്നെ അതിൻ്റെ റിവ്യൂസ് ആ സമയത്ത് വന്നിരുന്നു. ആ പുസ്തകത്തിനാണ് കുഞ്ഞുണ്ണി മാഷ് സ്മാരക അവാർഡ് കിട്ടുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അനുസ്മരണ സമിതി 35 വയസ്സിൽ താഴെയുള്ളവർക്ക് ഏർപ്പെടുന്ന ഒരു അവാർഡാണ്. അപ്പോൾ അത് ആ പുസ്തകത്തിന് അന്ന് എനിക്ക് 35 വയസ്സായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സന്തോഷം. അപ്പം അങ്ങനെ എഴുത്തിൽ അതൊരു ബ്രേക്ക് ആയിരുന്നു. പിന്നീട് അതിനുശേഷം ഒരു ബാലസാഹിത്യം ആവുന്നത് കറണ്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാനന്തവാടിയിൽ നിന്നാണ് നമ്മളിത് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് മൃഗങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കി മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സഹജീവിതത്തെ പശ്ചാത്തലമാക്കി പൊൻകുഴി എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ഒരു സ്ഥലമാണ്, അറിയാമായിരിക്കുമല്ലോ, മുത്തങ്ങക്കാടൊക്കെ വരുന്ന പശ്ചാത്തലമാക്കിക്കൊണ്ട് എഴുതിയ ഒരു ബാലസാഹിത്യമാണ്. അപ്പം അത് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിലാണ് ആദ്യം സീരിയലൈസ് ചെയ്ത് വന്നത്. 24 ഉണ്ടായിരുന്നു. പിന്നീട് ഒലിവ് ബുക്സ് അത് 1ാം പതിപ്പ് പ്രസിദ്ധീകരിച്ചു. അത് 1ാം പതിപ്പിന് ശേഷം TBSന്റെ ചെയ്ത 2ാം പതിപ്പാണ് ഇപ്പോഴുള്ളത്. അത് ഏത് വർഷമായിരുന്നു ഏകദേശം? അത് 2015 ആ പുസ്തകം വരുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ നമ്മൾ നിലവിൽ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. 2015 ഏതാണ്ട് അതിനെപ്പറ്റിയൊക്കെ എഴുതി വെച്ചിരുന്നു അല്ലേ? 2015 നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് കാട്ടിൽ അങ്ങോട്ടേ തന്നെ ഒരു 8 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ നമ്മൾ വളരെ വേറെ എയർ ഡിസ്റ്റൻസ് നോക്കുകയാണ് അതിനേക്കാളും കുറവാണ്. ഇപ്പം മൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ കൺസേണിൽ എപ്പോഴും ഉണ്ടാവും. പ്രകൃതി നിലനിൽക്കുകയും വേണം, അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് ജീവിതവും സാധ്യമാവണം എന്നുള്ളൊരു ആംഗിളുണ്ട്. അപ്പോൾ പുസ്തകത്തിനും അങ്ങനെ തന്നെയാണ്. അത് അന്ന് എഴുതിയാണ്. ഇന്നിപ്പോൾ അത് റിയാലിറ്റി ആയി എന്നുള്ളത് സത്യത്തിൽ എഴുത്തുകാരെന്ന രീതിയിൽ എനിക്ക് സങ്കടമാണുള്ളത്. അതിപ്പോൾ അങ്ങനെയാണ്. അതായിരുന്നു ഒരു പുസ്തകം. അതിനുശേഷം പിന്നെ ഞാൻ വിചാരിക്കുന്ന എൻ്റെ എഴുത്തിലൊരു വലിയ ബ്രേക്ക് കിട്ടിയ വേറൊരു പുസ്തകം മാജി എന്ന് പറയുന്ന ഒരു നോവലാണ്. കോഴിക്കോട് TBS പൂർണ്ണ പബ്ലിക്കേഷൻസാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ആ നോവൽ വരാനുള്ള
ഒരു പശ്ചാത്തലം ഉറൂബിന്റെ പേരിൽ അവർ ഏർപ്പെടുത്തുന്ന ഒരു അവാർഡുണ്ട്. അതിനുവേണ്ടി എൻട്രികൾ ക്ഷണിച്ച കൂട്ടത്തിൽ ഞാനത് അയച്ചു കൊടുത്താണ്. അങ്ങനെ തെരഞ്ഞെടുത്താണ് ഇത് പ്രസിദ്ധീകൃതമാവുന്നത്. ഇപ്പൊ ജലമായിരുന്നു അതിന്റെ പശ്ചാത്തലം. വെള്ളത്തിന് വേണ്ടി ഉണ്ടാകുന്ന യുദ്ധങ്ങൾ, വെള്ളമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മനുഷ്യരെ എത്രത്തിൽ മനുഷ്യനെയും അവന്റെ ജീവിതത്തെയും വെള്ളത്തിന്റെ രാഷ്ട്രീയം ഞെരുക്കുന്നു, വെള്ളത്തിനു വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന കെടുതികൾ, വെള്ളം സമ്പത്ത് ഊറ്റുന്നത്, അതുപോലെയൊക്കെയുള്ള കോർപ്പറേറ്റ് ലൈഫും അതുപോലെയുള്ള എല്ലാ മനുഷ്യരുടെ ഉദ്യമങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉൾപ്പെടുന്ന പ്രമേയമാണ്. അപ്പോൾ അത് ലോകത്ത് എവിടെയും വെള്ളത്തിന്റെ പേരിലുള്ള ഒരു ക്രൈസിസ് ഉണ്ടാവാം എന്നാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് മുമ്പ് ഒരു വാട്ടറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ NGO മേഖലയിൽ കുറെ കാലം പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ നമുക്ക് വലിയ ഒരു തിരിച്ചറിവ് വന്നൊരു ഫീൽഡാണ്. അപ്പോൾ ഇനി ഭാവിയിൽ ഒരു 2050 തന്നെ ലോകത്തിന്റെ ഒരു 30% ആളുകൾക്ക് സേഫായ കുടിവെള്ളത്തിലേക്കുള്ള ആക്സസ് ഒരു പക്ഷേ ലഭ്യമാവില്ല എന്ന് ലോകാരോഗ്യ സംഘടന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ജലശുദ്ധീകരണവും അതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിൽ നമ്മൾ കുറെ കാലം ഒരു NGOയിൽ ജോലി ചെയ്തിരുന്നു. അപ്പം ഉണ്ടായ കുറേ ലേണിംഗ്, അന്ന് നടന്ന ഒരുപാട് ട്രാവലുകൾ, കേരളത്തിനകത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ നടത്തിയ യാത്രകൾ നമ്മൾ ആ പുസ്തകത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ചു. അപ്പം മാജി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. മാജി എന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ്, സ്വാഹിലി ഭാഷയിലാണ്. മാജി എന്ന് പറഞ്ഞാൽ സ്വാഹിലി ഭാഷ, ആഫ്രിക്കയിൽ സംസാരിക്കുന്നതാണ്. അപ്പം അതിന്റെ പശ്ചാത്തലം ഒരുപക്ഷെ വയനാടാവാം, ആഫ്രിക്ക ആവാം, രാജസ്ഥാൻ ആവാം, യൂറോപ്പ് ആവാം, ലോകത്ത് മനുഷ്യൻ ജീവിക്കുന്ന എവിടെ ആവാം. നമുക്ക് കഥകളും കഥാപാത്രവും ഒക്കെ അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തത്. അപ്പം അത് ഒരു ശ്രദ്ധിക്കപ്പെട്ട വർക്കായിട്ട് വന്നു. അത് ഇപ്പോൾ 2 പതിപ്പായി. ആ പുസ്തകത്തിന് എനിക്ക് തന്നൊരു സന്തോഷം എന്ന് പറയുന്നത് സുകുമാർ അഴീക്കോടിന്റെ പേരിലുള്ള തത്വമസി അവാർഡ് 2019 ആ പുസ്തകത്തിന് ലഭിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഒരു അംഗീകാരം എഴുത്തിൽ കൊണ്ടുവന്ന ഒരു പുസ്തകമാണ്. നമ്മൾ ഇട്ട ഒരു എഫേർട്ടിന് പ്രതിഫലം ലഭിച്ചു എന്ന് വിചാരിക്കുന്നത് ആ പുസ്തകത്തിന്റെ പേരിലാണ്. ഒരു സീരിയസ് ആയൊരു ജോബ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്ന, സീരിയസ് ആയി വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നത് ആ പുസ്തകമാണ്. എഴുത്തിലേക്ക് ഏകദേശം എപ്പോഴാണ് കടന്നത് ശരിക്കും? എഴുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മളിപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ചെറിയ എഴുത്തൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ 7, 8 പഠിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സമ്മാനം കിട്ടുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ചെറിയ കഥയ്ക്കൊക്കെ എന്തൊക്കെയോ സമ്മാനം കിട്ടും. പൊട്ടക്കഥകളെന്ന് എഴുതിയാലും സമ്മാനം കിട്ടുമല്ലോ. അപ്പോൾ അന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് എഴുത്തിനെടുക്കുന്ന ഒരു 23-24 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷമാണ്. 25 വയസ്സ്, ടു ബി പ്രിസൈസ് 25 വയസ്സിന് ശേഷം എന്നൊക്കെ പറയണം. അതിന് ശേഷമാണ് എഴുതി തുടങ്ങിയത്. മാഗസിനുകളിലൊക്കെ ഓരോന്നായിട്ട് അവിടെ അടിച്ചു വരാൻ തുടങ്ങിയത്. 28ാമത്തെ വയസ്സിലാണ് ആദ്യ പുസ്തകം വരുന്നത്. പിന്നീട് ഒരു 10 വർഷം കൊണ്ട് 10 ടൈറ്റിലോളം വന്നു. അപ്പം 13 ഇപ്പം. ഇനിയുള്ള രചനകൾ ഇനിയും വരാനുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 3-4 പുസ്തകങ്ങൾ പറഞ്ഞു. അത് എല്ലാം കൂടെ ചേർത്താണ് 13 പുസ്തകങ്ങളുള്ളത്. വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഭയങ്കര പോപ്പുലാരിറ്റി എന്ന ഒരു പുസ്തകം എന്ന് വിചാരിക്കുന്നു. അത് DC ബുക്സ് ആണ് ഇത് ചെയ്തത്. വയനാട് പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധാരണ ട്രാൻസ്പോർട്ട് ബസ്സിൽ കോഴിക്കോട് പോയി അവിടെ നിന്ന് ട്രെയിൻ കയറി ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളും ഒരു അധ്യാപകനും അയാളുടെ ഭാര്യയും 11 കുട്ടികളും സന്ദർശിച്ച് തിരിച്ചു വരുന്നൊരു യാത്ര. വിൻഡോ സീറ്റ് തിരിച്ച ഒരു ഫ്ലൈറ്റിൽ വരുന്നു. അപ്പോൾ അതാണ് അതിന്റെ പശ്ചാത്തലം. അപ്പോൾ അത് ഞാനും ട്രാവൽ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഞാനും മിസ്സിസും ആണ് അതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. പേരുകൾ നമ്മൾ ജീവൻ, ചിന്ത എന്നുള്ള പേരാക്കി. കുട്ടികൾ എൻ്റെ മക്കളെ ഉണ്ട് 1-2 പേര്. പിന്നെ ഞങ്ങളുടെ കൂടെ യാത്ര വന്നിട്ടുള്ളവരുടെ ഒക്കെ പേരുകൾ ഒക്കെ ചേർത്ത് ഞാൻ നടത്തിയ പല യാത്രകളെയും കമ്പൈൻ ചെയ്തിട്ടൊരു പുസ്തകമാക്കിയത്. അപ്പോൾ അത് ഞാനത് സാധാരണ രീതിയിൽ എഴുതി. അപ്പോൾ അത് വർത്തമാന ആഴ്ചപ്പതിപ്പിന്റെ ഞായറിലാണ് അത് അടിച്ചു. ഞായർ പതിപ്പിൽ സീരിയലൈസ് ചെയ്തു വന്നു. പിന്നീട് DC ബുക്സ് ആണ് അത് പുസ്തകമാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സാധാരണ പോലെ നമ്മൾ വയനാട്ടിൽ നിന്നുള്ള ഒരാൾ, വലിയ പോപ്പുലർ അല്ലാത്ത ഒരാൾ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് ആ പുസ്തകം സ്വീകരിക്കപ്പെട്ടു. ഇപ്പോഴും ആൾക്കാർക്ക് വിൻഡോ സീറ്റ് എഴുതിയ ഒരാൾ എന്നുള്ള രീതിയിലാണ് പലരും എന്നെ ഓർക്കുന്നത് എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ അത് 13 മാസം കൊണ്ട് 3 എഡിഷൻ കഴിഞ്ഞു. വളരെ നന്നായിട്ട് അത് വായനക്കാരിലേക്ക് എത്തി. ഇപ്പോഴും അത് നമ്മൾ ഗൂഗിൾ ചെയ്താലൊക്കെ എൻ്റെ പേരിൻ്റെ കൂടെ ആദ്യം മുന്തി വരിക ഒരുപക്ഷെ അതായിരിക്കും. ആ പുസ്തകത്തിനാണ് പിന്നെ സംസ്ഥാനത്ത് ഒരുപക്ഷെ ബാലസാഹിത്യത്തിന് ഏറ്റവും വലിയ തുക കൊടുക്കുന്ന അവാർഡുകളിൽ ഒന്ന്, ഏറ്റവും വലുത് ഭീമാ ബാലസാഹിത്യ അവാർഡാണ്. അത് കഴിഞ്ഞ് പാല KM മാത്യുവിന്റെ പേരിലുള്ള ഒരു അവാർഡ് 2020 ആ പുസ്തകത്തിനാണ് ലഭിച്ചത്. വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞ പുസ്തകം. അപ്പോൾ അത് എഴുത്തിൽ വലിയ ബ്രേക്കായി. പിന്നീട് ആൾവാർ ചന്ദന എന്ന് പറഞ്ഞൊരു നോവൽ വന്നു. പിന്നെ റംറോ നേപ്പാൾ എന്ന് പറഞ്ഞ് DC ബുക്സ് തന്നെ വേറൊരു പുസ്തകം ചെയ്തു. അത് വിൻഡോ സീറ്റിന്റെ തുടർച്ചയാണ്. ആ വിൻഡോ സീറ്റിലെ സംഘം തന്നെ പിന്നെ നേപ്പാളിലേക്ക് പോകുന്നതാണ്. 1-2 പേര്, കുട്ടികൾ ഇത്തിരി മുതിർന്നുണ്ട്, 1-2 പേര് അതിൻ്റെ അകത്ത് നിന്ന് കൊഴിഞ്ഞു പോയി. പകരം 1-2 പേര് വന്നു. അവർ നേപ്പാളിൽ പോകുന്നത് നേപ്പാൾ കാഴ്ചകളാണ്. അതാണ് റംറോ നേപ്പാൾ, അല്ലെങ്കിൽ മനോഹരമായ നേപ്പാൾ എന്നുള്ള അർത്ഥത്തിൽ നേപ്പാളി ഭാഷയിൽ കുട്ടികൾക്കുള്ള ഒരു സഞ്ചാര നോവലാണ് ഇത്. റംറോ എന്ന് പറഞ്ഞാൽ മനോഹരമായ നേപ്പാൾ, സുന്ദരമായ അവരുടെ ഭാഷയിൽ റംറോ എന്നാണ് അവർ പറയുന്നത്. നമുക്കത് പ്രൊനൗൺസ് ചെയ്യാൻ പ്രയാസമുണ്ട്. നോവല് തന്നെയാണല്ലേ, കുട്ടികൾക്കുള്ള ഒരു സഞ്ചാര നോവലാണ്. DC ബുക്സ് ആണ് സഞ്ചാര നോവൽ എന്ന് ടേം ചെയ്തത്. ഇതിനും വിൻഡോ സീറ്റിനും ഒക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞിരുന്നത് ആ സമയത്ത് മലയാളത്തിൽ ഇത്തരത്തിൽ സഞ്ചാര നോവൽ വന്നിട്ടില്ല, ആദ്യമായിട്ടാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നു അല്ലേ. ഇത് സൂചിപ്പിച്ചപ്പോഴാണ് യാത്രകൾ ഒരുപാട് ചെയ്യുന്ന ആളാണ്, വിദേശ രാജ്യങ്ങളടക്കം. അതിനെപ്പറ്റി ഒന്ന് പറയാമോ?
യാത്ര നമ്മളിങ്ങനെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ഞാൻ വരുന്നത് ഒരു ട്രാവലിൻ്റെ ഇടക്കാണെന്നുള്ളത് അതൊരു യാദൃശ്ചികതയാണ്. നമ്മൾക്ക് ആദ്യം യാത്ര ചെയ്യാൻ പണമില്ലാതിരുന്നൊരു കാലം ചെറിയ പ്രായത്തിലുണ്ടെങ്കിലും പക്ഷെ അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഭാഗ്യവശാൽ എനിക്ക് ജോലി കിട്ടുന്നത് ഒരുപാട് യാത്രകൾ സാധ്യമാവുന്ന NGO സെക്ടറിലാണ്. ഇപ്പോൾ മാറ്റലിയൊക്കെ റേഡിയോ ആണെങ്കിലും അതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ സേവന സ്ഥാപനമാണ്. അതേപോലെ തന്നെ ഉള്ള ഒരു സാമൂഹ്യ സ്ഥാപന മേഖലകളിലാണ് ആദ്യം ഞാനൊരു 13 വർഷത്തോളം ജോലി ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിനകത്തും പുറത്തും ധാരാളം സഞ്ചരിക്കാൻ അവസരം കിട്ടി. ട്രെയിനിങ്ങുകൾ എടുക്കാൻ, ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ, പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട്, ഗവേഷണ പദ്ധതികളുടെ ഭാഗമായിട്ട് പ്രോജക്റ്റ് നടപ്പാക്കാൻ, അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടി. അപ്പോൾ അത് നമ്മൾ സഞ്ചാരിയെ എങ്ങനെ ഉണർത്തുന്നതായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ എഴുതിയില്ല. പക്ഷെ പിന്നീട് ഞാൻ വിദേശത്ത് പോകാൻ ഒരവസരം എഴുത്തുകാരനൊക്കെ ആയ ശേഷമാണ് വിദേശത്ത് പോകാൻ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. നെതർലാൻഡ്സ്, നമുക്കറിയാം ഹോളണ്ട്, അവിടെ ആയിരുന്നു കോഴ്സ്. പിന്നെ അയൽ രാജ്യങ്ങളായ ബെൽജിയവും ജർമ്മനിയും വിശദമായിട്ട് കാണുകയും ചെയ്തു. അങ്ങനെ അവിടെയൊക്കെ സഞ്ചരിച്ചു. നേപ്പാളിൽ പോയി. ഇതൊക്കെ പിന്നെ നമ്മളൊരു എഴുത്തുകാരനെ ഷേപ്പ് ചെയ്യുന്നതിലും ഷാർപ്പൻ ചെയ്യുന്നതിലും ഒക്കെ പങ്കുവഹിക്കുന്നുണ്ട്. ഇപ്പം നേപ്പാളിൻ്റെ പുസ്തകമാണ് നേപ്പാൾ യാത്രയുടെ ഒരു പ്രൊഡക്റ്റാണ്. ആദ്യ ഒരു പ്രാവശ്യം നേപ്പാളിൽ പോയി, അന്ന് എഴുതി. പക്ഷേ അതിൻ്റെ ഒരു കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് ഫില്ല് ചെയ്യാൻ വീണ്ടും ഒരിക്കൽ കൂടെ പോയി. അങ്ങനെ ഒരു യാത്ര എന്താണെങ്കിലും നമ്മളെ ജീവിതം കാണുന്നതിനും ഒക്കെ നമ്മൾ സഹായിക്കും. ഇപ്പോൾ ഇതൊരു പുസ്തകം റിയർ റിവ്യൂ എന്നാണ് ഈ ഒരു പുസ്തകം. ഇത് 2 എഡിഷനായി. ലോഗോസാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. റിയർ റിവ്യൂ മനുഷ്യൻ, യാത്ര, മാനവികത, ഒരു അനുഭവ പുസ്തകം എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ സഞ്ചാര സാഹിത്യത്തിൽ പെടുത്തേണ്ട ആണ് 1-2 ഓർമ്മക്കുറിപ്പുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നെതർലാൻഡ്സിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, അതേപോലെ തന്നെ നമ്മളെ ഈ അടുത്ത ചില ദേശങ്ങളിലേക്ക് പോയതുണ്ട്, എല്ലാമുണ്ട്. അത്തരത്തിലുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് പല മാഗസിനുകളിലും അടിച്ചു വന്ന യാത്രയുടെ എഴുത്തുകളാണ്. അപ്പോൾ ഇത് അങ്ങനെ യാത്രയുടെ വേറൊരു സീരിയസ് ആയൊരു പുസ്തകം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനകത്ത് ബ്രസൽസിലെ പോക്കറ്റ് അടിക്കാരൻ, സൈക്കിളുകളെ കുറിച്ച് പറയാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ശബരി എക്സ്പ്രസ്. അപ്പം ഇന്ത്യക്കകത്തും പുറത്തും നടത്തിയ യാത്രകളുടെ വേറൊരു പുസ്തകമാണ് ഈ പുസ്തകം, റിയർ റിവ്യൂ എന്ന് പറയുന്ന പുസ്തകം. അത് ഇടക്കാലത്ത് വന്നതാണ്. ഏതാണ്ട് അവിടെയുള്ള ഒരു സാഹിത്യം അല്ലെങ്കിൽ നമ്മളെ ഈ മലയാള സാഹിത്യവുമായിട്ടൊന്ന് ചേർത്ത് വെക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റങ്ങളോ പ്രത്യേകതകളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? പുറത്ത് എനിക്ക് തോന്നുന്നത് പുറത്തുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. സാഹിത്യത്തെക്കുറിച്ച് എനിക്ക് അവിടുത്തെ സാഹിത്യം എങ്ങനെ അതിൻ്റെ പ്രൊഫൈലിനെ കുറിച്ച് വലിയൊരു ധാരണയില്ല. പക്ഷേ നമ്മൾ വിദേശത്തുള്ള പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. എഴുത്തുകാരുമായിട്ട് കോൺടാക്റ്റ് ഒന്നുമില്ല. പക്ഷേ ഞാൻ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മളുടേതും തമ്മിൽ പല മാറ്റങ്ങളുണ്ട്. നമ്മൾ വളരെ ഡൗൺ റോഡനായ മനുഷ്യരുടെ ദാരിദ്ര്യവും അതുപോലത്തെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായും ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ മാനന്തവാടിക്കാരി തന്നെയാണ് ഷീല ടോമിൻ്റെ വല്യൊക്കെ ഇപ്പം വളരെ പോപ്പുലറായ നോവൽ. അപ്പോൾ ഇവിടുത്തെ ആദിവാസി ജീവിതവും ഹിസ്റ്ററിയൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പട്ടിണിയും അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ പ്രധാന കൺസേൺ ആയിട്ട് വരുമ്പോൾ അവരുടെ ഒരു വർക്കിനകത്ത് പലതും ഞാൻ വായിച്ചതിൻ്റെ പരിമിതി ആവാം ഒരു, പക്ഷേ അവരിങ്ങനെ വളരെ മനുഷ്യൻ്റെ അസ്തിത്വ ദുഃഖം ഒക്കെയാണ്. 1-ാം ലോക രാജ്യക്കാരാണല്ലോ അവർ, നമ്മൾ 3-ാം ലോക രാജ്യക്കാർ. അപ്പോൾ ആ ഒരു വ്യത്യാസം പ്രമേയങ്ങളുടെ കാര്യത്തിലുണ്ട്. പക്ഷെ ഞാൻ അതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു റൈറ്റർ എന്ന രീതിയിൽ ശ്രദ്ധിക്കുന്നത് അവിടെ ഭയങ്കരമായിട്ട് വായനയെ ആളുകൾ ചേർത്ത് നിർത്തുന്നു എന്നുള്ള വലിയ സന്തോഷമുണ്ട്. ഇവിടെ മോശമാണെന്നല്ല എങ്കിലും നമ്മൾ താരതമ്യം ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചിത്രം തന്നെ പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന 5 പേരുടെയോ 7 പേരുടെയോ ചിത്രം. അപ്പോൾ ഒരാൾ മാത്രം മൊബൈൽ നോക്കുന്നില്ല, ബാക്കി 6 പേരും മൊബൈൽ നോക്കി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു ട്രോള് നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുഴപ്പമുണ്ട് എന്ന് പറയും. അപ്പോൾ പക്ഷേ യൂറോപ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിനുകളിലും ഇന്റർനാഷണൽ ട്രെയിനുകളിലും ലോക്കൽ ട്രെയിനുകളിലും ഒക്കെ ആളുകളുടെ കയ്യിൽ ഇപ്പോഴും, ചെറുപ്പക്കാരുടെ കയ്യിലൊക്കെ പുസ്തകം ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ആനന്ദമുണ്ട്. അല്ലെങ്കിൽ അവർ ലാപ്ടോപ്പിലോ കിൻഡിലൊക്കെ വായിക്കുകയായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ടെക്നോളജിയൊക്കെ ഏറ്റവും ആദ്യം ചെല്ലുകയും അവൈൽ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന അവസരമുള്ള ആളുകളാണ് യൂറോപ്യൻസ്. പക്ഷേ എങ്കിൽ പോലും അവർ പുസ്തകം കൈവെടിഞ്ഞിട്ടില്ല. എന്ത് പുസ്തകമാണ് എന്നുള്ളതല്ല, എന്താണേലും പുസ്തകം അക്ഷരം എന്നുള്ളത് പ്രധാനമാണ്. അത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് നിരീക്ഷിക്കുകയും പലപ്പോഴും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ എന്തെല്ലാം നമ്മൾ ധാർമ്മികതയുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ പല നിലവാര താരതമ്യങ്ങളൊക്കെ നടത്തുമ്പോഴും അവർ പുസ്തകം കൈവെടിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ആനന്ദം എഴുത്തുകാരെന്നുള്ള രീതിയിൽ എനിക്കുണ്ട്. നോവലിനുള്ള സുകുമാർ അഴീക്കോട് തത്വമസി അവാർഡ്, മാജി എന്ന നോവലിനും കഥാസമാഹാരങ്ങൾക്കുള്ള കുഞ്ഞുണ്ണി മാഷ് പുരസ്കാരം, ഭൂമി അളന്നെടുക്കുന്നതിലെ വൈഷമ്യങ്ങൾ എന്ന പുസ്തകത്തിനും ബാലസാഹിത്യ കൃതികൾക്കുള്ള പാല KM മാത്യു അവാർഡ്, വിൻഡോ സീറ്റ് എന്ന സഞ്ചാര നോവലിനും ലഭിച്ചു. കലാകൗമുദി കഥാ അവാർഡ്, പുഴ.com കഥാപുരസ്കാരം, ശക്തി തിയേറ്റർ കഥാപുരസ്കാരം എന്നിങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ കഥകൾക്ക് ലഭിക്കുകയുണ്ടായി. സവിശേഷ സഞ്ചാരങ്ങൾ എന്ന കൃതി എഡിറ്റ് ചെയ്തു. നമുക്ക് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള സംസാരത്തിലേക്ക് കടക്കാം. എന്തായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പുസ്തകത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് വായിക്കാമോ? അപ്പോൾ ഹാരിസ് സാറിൻ്റെ ഒരു ശൈലി ഞങ്ങൾക്ക് പിടികിട്ടുമല്ലോ.
എഴുത്തിൻ്റെ? ആയിക്കോട്ടെ, ഞാൻ ഇന്നലെ ഏറ്റവും അവസാനം വന്ന പുസ്തകം പാലം, നേരത്തെ പറഞ്ഞു. അതിനെ ആൾനീതി എന്ന് പറയുന്നൊരു ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം വായിക്കാം. ആൾനീതി. ആൾക്കൂട്ടം അത് ഷാഹിദയുടെ കുഞ്ഞു വീടിൻ്റെ ഇത്തിരി മുറ്റത്തിന് ഉൾക്കൊള്ളാനാവാത്ത വിധം വളർന്നുകൊണ്ടിരുന്നു. കുറച്ചുപേർ നടവഴിയിൽ നിന്നും ഇനിയും കുറച്ചുപേർ മുകളിലൂടെ പോകുന്ന ടാർ റോഡിൽ നിന്നും കാഴ്ച കണ്ടുകൊണ്ടിരുന്നു. ചീത്തവാക്കുകളും പരിഹാസച്ചിരികളും ഉതിർത്തുകൊണ്ടിരുന്നു. ഷാഹിദ എല്ലാത്തിനും നടുവിൽ കൊത്തിപ്പറിക്കാനും കാഴ്ചയ്ക്കുമുള്ള വിഭവമായി തൻ്റെ വീട്ടുവരാന്തയിൽ തലതാഴ്ത്തിയിരുന്നു. സുഖവും ദുഃഖവും സന്തോഷവും ആദിയും നിരാശയും വിഷാദവും പ്രതീക്ഷയും ഇനിയുമനേകം വികാരങ്ങളും പേറി അവൾ ഒരുപാട് ഇരുന്നിട്ടുള്ള ഇടത്ത് ഇത്തവണ ഒരു അപരാധിയായി വിധിക്കപ്പെട്ട്, ആ വീട് തനിക്ക് അന്യമാവുന്നതായി, അതുകൂടി തന്നെ കുറ്റപ്പെടുത്തുന്നതായി, ഇനിയൊരിക്കലും താൻ സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയുണ്ടാവില്ല എന്ന് അവൾക്ക് തോന്നി. അവളുടെ ചുമലിൽ മുഖം ചേർത്തും അരയിൽ കൈവട്ടം കോർത്തും 2 കുഞ്ഞുങ്ങൾ. കുറച്ചു മാറി അതേ തിണ്ണയിൽ ഒരു കുഞ്ഞുദേഹവും. പുഴയിൽ നിന്ന് അങ്ങോട്ട് നടത്തിക്കുമ്പോൾ മുതൽ ആളുകൾ വന്നു ചേർന്ന് തുടങ്ങിയിരുന്നു. എവിടെ നിന്നാണ് ഇത്രയേറെ മനുഷ്യർ? ഇവരൊക്കെയും നാട്ടുകാർ തന്നെയോ? ഒരു ദുരിതസന്ധിയിലും കണ്ടുകിട്ടിയില്ലാത്ത മനുഷ്യരുടെ കൂട്ടത്തെ ഷാഹിദ കണ്ണീർ മൂടി മങ്ങൾ പടർന്ന കണ്ണുകളാൽ നോക്കി. വേറെ വേറെ മുഖമില്ലാത്ത ഒരൊറ്റ ഉടലായിത്തീർന്ന ഒരാൾക്കൂട്ട ശരീരം. പൊട്ടിത്തെറിക്കാൻ പാകത്തിലായിരിക്കുന്നു ആൾക്കൂട്ടം. എല്ലായിടത്തുമെന്ന പോലെ ദയാരഹിതമായ ആൾക്കൂട്ട രീതിയെ അവരും പിൻപറ്റുന്നു. ശാപവാക്കുകൾ, കൂവലുകൾ, പരിഹാസവാക്കുകൾ, ആക്രോശങ്ങൾ, ഭീഷണികൾ, ജീവിതത്തിൽ ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത വിളികൾ. മറ്റൊരാളെ പിളരാൻ സ്വന്തം നാവിലും നല്ലൊരായുധം മനുഷ്യന് വേറേതുണ്ട്. അതൊരു നോവലിലെ ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു ഭാഗമാണ്. ഒരു സ്ത്രീ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയയാവുന്നതാണ്, അവരുടേതല്ലാത്ത. അപ്പോൾ ഇത് ഈ നോവലിൻ്റെ ഒരു കോർ സംഭവമാണ്. പാലം എന്ന് പറഞ്ഞ നോവൽ വായിച്ചാൽ മനസ്സിലാവും. വീട്ടിൽ വന്ന അതിഥികൾ ഉപേക്ഷിച്ചു പോയ ഒരു ചാപിള്ളയെ ഈ സ്ത്രീ അടക്കാൻ ശ്രമിക്കുകയാണ്. ഉദകക്രിയ ചെയ്ത് അടക്കാൻ ശ്രമിക്കുമ്പോൾ ആൾക്കാരത് ഇവരുടെ തന്നെ കുഞ്ഞിനെ ഇവർ കളയാൻ ശ്രമിക്കുകയാണ്, അവിഹിത ഗർഭം ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ചുകൊണ്ട് വരുന്നതും ആൾക്കൂട്ട വിചാരണ നടത്തുന്നതൊക്കെ ആണ് ഇതിലൊരു ഭാഗമാണത്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഭാഗം വായിച്ചതല്ല, മനസ്സിലാവുന്നുണ്ട്. അതായത് ലളിതമാണ്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് എഴുത്ത്. എന്തായാലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണല്ലോ ജോലി. അതൊരു തിരക്കുള്ള ഒരു ഇടം തന്നെയാണ് തീർച്ചയായിട്ടും. എപ്പോഴും തന്നെ പിന്നെ ഹാരിസ് സാറിനെ കാണാൻ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സാംസ്കാരിക മേഖലകളിലും ഒക്കെ എപ്പോഴും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എന്തൊക്കെയാണ് മറ്റു പ്രവർത്തനങ്ങൾ? മറ്റു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് നമ്മളൊരു എഴുത്ത് ജോലിയുണ്ട്. ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ താങ്ക്ഫുള്ളാണ് എൻ്റെ ജോലിയോട്. റവന്യൂ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നൊരു സമയമാണ്. അങ്ങനെ എന്ത് ആക്ടിവിറ്റി വന്നാലും, ഇലക്ഷനാണെങ്കിലും പ്രളയമാണെങ്കിലും മഴയാണെങ്കിലും വേനലാണെങ്കിലും എല്ലാത്തിനും ഒരു ആൻസറബിളായ അല്ലെങ്കിൽ റെസ്പോൺസിബിളായ ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പ്. പക്ഷെ ഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു ഇൻകത്തിൻ്റെ സുരക്ഷയും ചെയ്യാനൊരു ജോലിയും ഒക്കെ ഉണ്ടാകുന്നത് എഴുത്തിനെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നില്ല. നമ്മുടെ ജോലി നമ്മൾ പെർഫോം ചെയ്യുക, രാവിലെ 10 മുതൽ 5:30 വരെ അത് പെർഫോം ചെയ്യുക, ആവശ്യമെങ്കിൽ അധിക സമയം എടുക്കുക. അപ്പം ആ ഒരു കംഫർട്ട് എഴുത്തിനെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളൊരു ഭയങ്കരമായ സ്ട്രെയിൻ ശിരസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു തല കൊണ്ട് ആ ജോലി, സർക്കാർ ജോലികളുടെ നമുക്കറിയാലോ, അതുകൊണ്ട് അധികം എടുക്കേണ്ടതില്ല. അപ്പം ആ ഒരു ഭാഗം കൂടെ എനിക്ക് ശരിക്കും എഴുത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ ഞാൻ NGO സെക്ടറിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു പുസ്തകമാണ് വന്നിട്ടുള്ളത്. റവന്യൂവിൽ വന്ന ശേഷം 11 പുസ്തകങ്ങൾ 12 പുസ്തകങ്ങൾ 12 വർഷം കൊണ്ട് വന്നു. അപ്പോൾ അത് പക്ഷേ ഓഫീസിലിരുന്ന് എഴുതുന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്കൊരു സമാധാനം കിട്ടും. അപ്പോൾ അത് എഴുത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ സാധാരണ എഴുതുന്നത് രാവിലെ ഏർലി മോർണിംഗ് ഒരു 5 മണിക്ക് എഴുന്നേറ്റ് 5:30 മുതൽ 7:30 വരെയുള്ള സമയം. അത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്ന സമയമാണ്. വേണമെങ്കിൽ നമുക്ക് ഉറങ്ങാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കാവുന്ന സമയം. അപ്പോൾ അത് നമ്മൾ എഴുത്തിന് ഉപയോഗിക്കുന്നു, വായനയ്ക്ക് ഉപയോഗിക്കുന്നു, പഠനത്തിന് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഈ സാധനങ്ങളെല്ലാം എഴുതി വന്നിട്ടുള്ളത്. പിന്നെ വേറെ ആക്ടിവിറ്റി എന്ന് പറയാവുന്നത് ഇപ്പം സ്വപ്ന പറഞ്ഞതുപോലെ നമ്മൾ ഈ സാംസ്കാരിക പരിപാടികളിൽ ഒക്കെ പങ്കെടുക്കുന്നു. നമ്മൾക്ക് യോജിക്കാവുന്ന പൊളിറ്റിക്സ് ഉള്ള, അതല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമല്ലാത്ത രാഷ്ട്രീയമുള്ള പരിപാടികളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, മറ്റ് ക്യാമ്പുകൾ, അങ്ങനെയൊക്കെ എല്ലായ്പ്പോഴും ചെറിയ കൂട്ടങ്ങളിൽ, എത്ര ചെറിയ കൂട്ടാണെങ്കിലും എത്ര വലിയ കൂട്ടാണെങ്കിലും ആളുകളെ പോയി കാണുകയും ജനാധിപത്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചുള്ള നമ്മുടെ കൺസേണും പ്രതീക്ഷകളും ആളുകളോട് പങ്കുവെക്കുക എന്നുള്ള ഒരു വിചാരമാണ് എനിക്കുള്ളത്. ചെറുതും വലുതുമായ പരിപാടികളിൽ പങ്കെടുക്കുന്നു, നമ്മുടെ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നു, മനുഷ്യരെ കേൾക്കുന്നു, കാണുന്നു എന്നുള്ളതാണ് ഒരു സാമൂഹിക പ്രവർത്തനം എന്നുള്ള രീതിയിൽ പറയാവുന്നത്. ലൈബ്രറി, എൻ്റെ നാട്ടിലൊരു ലൈബ്രറി അടുത്ത് നമ്മുടെ വാർഡിലോ പരിസരങ്ങളിലോ ഇല്ല എന്നുള്ളൊരു കുറവുണ്ട്. നമ്മളൊക്കെ ദൂരെ പോയാണ് വായിച്ചിരുന്നത്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈബ്രറി സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനീഷ്യലി തുടങ്ങി ഒരു പുസ്തക
വണ്ടി എന്ന് പറഞ്ഞൊരു യാത്രയുടെ ഭാഗമായിട്ടും കൂടെയാണ് ഞാൻ ഇതിൽ പോകുന്നതിനിടയ്ക്കാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നതും കൂടെ. ഒരുപാട് എഴുത്തുകാർ അവരുടെ ഒപ്പിട്ട ഓതർ കോപ്പികൾ ഞങ്ങൾ ലൈബ്രറിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവരോട് അയച്ചു തരുമെന്ന് പറയുന്നത് പിന്നെ മോശമാണ്, കാരണം അത്രയും ദൂരെ തപാൽ ചാർജ് ഇനി അവർ വഹിക്കേണ്ടല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഒരു യാത്രയിലും കൂടെയാണ് ഇപ്പം 11 ജില്ലകളിലും പോകുന്നുണ്ട്. കണ്ണൂരും കാസർഗോഡും ഇടുക്കിയും അടുത്ത ലെഗിൽ പോകാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോയി പുസ്തകങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി തന്നെ അതിൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ നമുക്ക് 100 പുസ്തകങ്ങൾ കിട്ടി. ഓതേഴ്സും വായനക്കാരും ഒക്കെ ഉണ്ട്, അവരുടെ അടുത്ത് അഡീഷണൽ വന്ന കോപ്പികൾ ഉണ്ടാവാം, വായന തീർന്ന് ലൈബ്രറികൾക്ക് കൊടുക്കാൻ വെച്ചതുണ്ടാവാം. അപ്പോൾ അത് നമ്മളൊക്കെ ചെയ്യുന്നതാണല്ലോ, നമ്മുടെ പുസ്തകങ്ങൾ ലൈബ്രറികൾക്ക് കൊടുക്കുന്നു. അതങ്ങനെ മൊബിലൈസ് ചെയ്ത് നാട്ടിലൊരു ലൈബ്രറി ഉണ്ടാക്കാം. അപ്പോൾ അതിലൊരു സൗന്ദര്യം എന്ന് പറയുന്നത് എഴുത്തുകാർ അവരുടെ ഒപ്പിട്ട പുസ്തകങ്ങൾ ഒരു കൂട്ടം നമ്മുടെ ലൈബ്രറിയിൽ ഒരു 500-1000 പുസ്തകങ്ങൾ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ അന്തസ്സാണല്ലോ. അപ്പോൾ ഒരു ആക്ടിവിറ്റിയാണ്. നെന്മേനി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പേരാണല്ലോ, നെന്മേനി പഞ്ചായത്ത്. ആ പേരിലൊരു സ്ഥലമല്ല, സത്യത്തിൽ പഞ്ചായത്തിനാണ് ആ പേര്, വയനാട് പോലെ ഉള്ളൂ. നെന്മേനി എന്നുള്ള പേരിൽ വയനാട്ടിൽ സ്ഥലമല്ല, അതർവൈസ് പക്ഷേ പാലക്കാട് ഒക്കെ ആ സ്ഥലമുണ്ട്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിൽ അങ്ങനെ സ്ഥലമല്ല. മലങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെയാണ് നമ്മളിത് ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പുസ്തകങ്ങൾ മൊബിലൈസ് ചെയ്യുന്നു, വേറെ രീതിയിലും മൊബിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തക വണ്ടിയിലൂടെയും മൊബിലൈസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നു. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് സാറിനൊരു പ്രതിബദ്ധത സമൂഹത്തിന് വേണ്ടിയിട്ട് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തന്നെയാണ്. ഇനി പുതിയ രചനകൾ എന്താണ് ഒരുങ്ങുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചു. അത് നോവലുകളാണോ അല്ലെങ്കിൽ ഏത് തരം എഴുത്തുകളാണ് വരാനിരിക്കുന്നത്? പ്രതീക്ഷാപൂർവം കാണാവുന്ന 1-2 വർക്കുകൾ വരാനുണ്ട്. ഒന്നൊരു കുട്ടികൾക്കുള്ളൊരു വർക്ക് വരാനുണ്ട്. അത് ഞാനിപ്പോൾ ഒരു 24 ചാപ്റ്ററോളം ഉള്ള ഒന്നായിട്ട് ഡിസൈൻ ചെയ്തിരുന്നു. അതിലൊരു 10-23 ചാപ്റ്റർ കഴിഞ്ഞു. ബാക്കിയും കൂടെ എഴുതി അത് ഫൈനലൈസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ വേറൊന്ന് കംപ്ലീറ്റ് ചെയ്ത ഒരു നോവലുണ്ട്, അതടുത്ത് തന്നെ പ്രസിദ്ധീകൃതമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ ഒരു യാത്രയുടെ ഒരു നോർത്ത് ഈസ്റ്റ് യാത്രയുടെ ഒരു പുസ്തകം ചെയ്യാനുണ്ട്. നോർത്ത് ഈസ്റ്റിലെ സിക്കിം, ആസാം, മേഘാലയ, അരുണാചലൊക്കെ കൂടെ ഈ ഒരു കഴിഞ്ഞ വർഷം ഒരു യാത്ര പോയിരുന്നു. അപ്പോൾ അത് ഒരു പ്രസാധകനുമായിട്ട് കരാറുണ്ട്. അപ്പോൾ അത് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്, അത് ഫെയർ ആക്കണം, അത് ചെയ്യാനുണ്ട്. പിന്നെ വേറെ ഒരു പകുതിയാക്കിയ നോവലുണ്ട്, അത് പൂർത്തിയാക്കണം. വേറെ ഒരു ലഡാക്ക് യാത്രയുടെ ഒരു പുസ്തകമുണ്ട്. അങ്ങനെ കുറെ വർക്കുകൾ ഇങ്ങനെ പകുതിയായതുണ്ട്. അപ്പോൾ ഒരു 13 എന്നുള്ള നമ്പറിൽ നിന്ന് വലിയൊരു നമ്പറിലേക്ക് കുതിക്കാൻ നിൽക്കുകയാണ് അല്ലേ? അങ്ങനെ വിചാരിക്കുന്നു, അങ്ങനെ എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സമയം ഇതെല്ലാം കൂടെ ഒരേ സമയത്ത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സമയം പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ പിന്നാലെ വരും. കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ടി വരുന്നതിന്റെ ഒരു താമസം ചിലപ്പോൾ വന്നേക്കാം അല്ലേ? അതെ. ഇപ്പോൾ കടന്നു വന്ന അല്ലെങ്കിൽ നമ്മളിപ്പം നിൽക്കുന്ന ഈ ദിവസം വരെ ഉള്ള ഒരു എഴുത്തിൽ ഏറെ സന്തോഷം തോന്നിയ എന്തെങ്കിലും ഒരു കാര്യമോ സംഭവമോ എടുത്തു പറയാൻ പറ്റുമോ? ഒരു എഴുത്ത് മേഖലയിലൂടെ കടന്നു വന്നപ്പോഴുണ്ടായ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഉള്ളൊരു സന്തോഷം. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ഒരു ആനന്ദം തോന്നുന്നൊരു കാര്യം എനിക്ക് ഇപ്പം സമ്മാനങ്ങൾ, അംഗീകാരങ്ങൾ കിട്ടുന്നതൊക്കെ വലിയ സന്തോഷം തന്നെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വിചാരിച്ചിരുന്നത് നമുക്കൊന്നും ഒരിക്കലും രചനയ്ക്ക് സമ്മാനം കിട്ടില്ല എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഈ കോളേജ് മാഗസിനിലൊക്കെ നമ്മൾ രാവിലെ കഥ കൊടുത്തിട്ട്, ഞാൻ എല്ലായ്പ്പോഴും കോളേജിലൊക്കെ പോകുമ്പോൾ പറയുന്ന ഒരു ഉദാഹരണം, രാവിലെ കഥ കൊടുത്തിട്ട് കോളേജ് ബസ് തിരിച്ചു വന്ന സമയമാകുമ്പോഴത്തേക്ക് അത് എഡിറ്റർ നമുക്ക് തിരിച്ചു തരും, ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് നമുക്ക് ഭയങ്കര നിരാശ ഉണ്ടാവും. പക്ഷേ ആ നിരാശ നമ്മൾ എന്തോ എഴുത്ത് അല്ലെങ്കിൽ അക്ഷരങ്ങളോട് നമ്മൾ എഴുതിയ അക്ഷരങ്ങൾ അടിച്ചു പോയിരുന്നത് അല്ലെങ്കിൽ നമ്മളുടെ പേര് എവിടെയെങ്കിലും കറുപ്പിലും വെളുപ്പിലും കിടക്കുന്നത് കാണുന്നത് ഭയങ്കര ഭ്രമമാണ്. അപ്പോൾ അതാണ് ശരിക്കും ഒരു എഴുത്തുകാരനാക്കി എന്നെ മാറ്റിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വായന ഉണ്ടായിരുന്നിരിക്കാം, അപ്പോൾ അതും സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു നിരാശയുടെ ഒരു പീരീഡിൽ നമ്മൾ പിറകോട്ട് പോകാതെ വീണ്ടും അതങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു അംഗീകാരങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളൊരു ഭീതി ഉണ്ട്. അത് വയനാട്ടിൽ നിന്ന് എഴുതുന്ന ആർക്കും ഉണ്ടാവും. നമ്മളൊരു അക്ഷരം പാലം കൊണ്ടാണല്ലോ വയനാട്ടിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ശ്രമിക്കുന്നത്. വയനാട്ടിലെ ഏത് എഴുത്തുകാരാണെങ്കിലും അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ബ്രേക്ക് വരുന്നത് പോലെ ഈ കലാകൗമുദി മാഗസിൻ ഏർപ്പെടുത്തിയൊരു കഥാപുരസ്കാരമുണ്ട്. അതിന് എൻട്രി ക്ഷണിച്ചപ്പോൾ ഞാനൊരു കഥ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഉത്തരം പ്രവചിക്കുക എളുപ്പമായ സമസ്യകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യുവാക്കളായ എഴുത്തുകാർക്ക് അവർ നൽകുന്ന ഒരു പുരസ്കാരമാണ്. അപ്പോൾ അത് ഒരു വർഷം എനിക്ക് കിട്ടി. അപ്പോൾ അതൊരു ഭയങ്കര അതിശയമായിരുന്നു. അപ്പോൾ അതിൻ്റെ എഡിറ്റർ PM ബിനുകുമാർ എന്ന് പറഞ്ഞ ആൾ വിളിച്ചിട്ട് നിങ്ങൾക്കാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചത് തമാശയ്ക്ക് ആരോ കളിയാക്കുന്നതാണെന്നൊക്കെ വിചാരിച്ചു. എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. നമ്മൾക്കുള്ളതൊക്കെ തേടി അങ്ങനെ ഒരു പുരസ്കാരം വരുമോ? കഥ നല്ല കഥയായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇനി പിന്നീട് ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർ വന്ന് ഇൻ്റർവ്യൂ ചെയ്തു, മാഗസിനിൽ വലിയ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു. അങ്ങനെയാണ് അവർ ആ അവാർഡിനെ അവർ പൊതുമധ്യത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വലിയൊരു ബ്രേക്ക് കിട്ടിയ പോലെയായിരുന്നു എനിക്ക്. അപ്പോൾ അതൊരു വലിയ സന്തോഷം, ആദ്യത്തെ ഒരു അംഗീകാരം. പിന്നീട് മറ്റ് അംഗീകാരങ്ങൾക്ക് കിട്ടിയതും എക്സൈറ്റ്മെൻ്റ് ഇല്ല എന്നല്ല, മറിച്ച് അതൊരു വലിയൊരു സാധനമായിട്ട് ഇപ്പോൾ സ്വപ്ന ചോദിച്ചപ്പോൾ ഞാൻ ഓർക്കുകയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ കാണാം, അത് സന്തോഷം തന്നെയാണ്. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എഴുത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒന്നുകിൽ ഒരു വിളിയായിരിക്കും, അല്ലെങ്കിൽ ഒരു വിമർശനമായിരിക്കും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ പുസ്തകം
ഞാനിവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും എഴുത്തിന്റെ പേരിൽ ഒരു മിനിമം ഒരാളെങ്കിലും എല്ലാ ദിവസവും നമ്മളെ ജീവിതത്തെ ഓർമ്മിപ്പിക്കാൻ പ്രേരിപ്പിക്കും എന്നാണ്. ഇപ്പൊ ഇന്നിങ്ങോട്ട് വരുമ്പോൾ പോലും ഒരാളുടെ സ്റ്റാറ്റസ് അയാൾ മിനിഞ്ഞാന്ന് വാങ്ങിയ 3 പുസ്തകങ്ങൾ, ലോഗോസിൽ നിന്ന് വാങ്ങിച്ച 3 പുസ്തകങ്ങൾ വെച്ചിട്ട് അവർ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ അതാണ് ഇന്ന് രാവിലെ കാണുന്ന ആദ്യത്തെ സാധനം. അവരുടെ ഒരു സന്തോഷം അവർ സ്റ്റാറ്റസ് ആയി ഇട്ടിരിക്കുന്നു വാട്സപ്പിൽ. അപ്പൊ എന്റെ പുസ്തകങ്ങളാണ് ഈ 3 എണ്ണം എന്ന് പറയുന്നതിൽ എഴുത്തുകാരെന്ന രീതിയിൽ എനിക്ക് സന്തോഷം. അപ്പൊ അതിങ്ങനെ എഴുത്ത് ജീവിതത്തെ ഓർമ്മിപ്പിക്കാൻ, സാധാരണ മനുഷ്യർ നമ്മളെ വായിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു തെളിവ് കിട്ടുന്നത് എല്ലായ്പ്പോഴും വലിയ പുരസ്കാരങ്ങളെ പോലെ തന്നെ വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. തീർച്ചയായും അല്ലേ. നമ്മളെ എപ്പോഴും നമുക്ക് എല്ലാവരെയും അങ്ങനെയല്ലേ പറയാം, നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം അല്ലെ, എങ്ങനെ വേണമെങ്കിലും. പക്ഷെ തിരിച്ച് നമ്മളെ ചേർത്ത് പിടിക്കുകയും നമ്മളെ സ്നേഹിക്കപ്പെടുകയും ചെയ്യുക എന്നത് ഒരു വലിയ കാര്യം തന്നെയല്ലേ. എപ്പോഴും ഇതുപോലെ തന്നെ സന്തോഷമായി പോകാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ അത് അവസാനിപ്പിക്കുന്നതിന് എന്ന് വിചാരിക്കുന്നു. ഇപ്പം ഈ ഒരു പുസ്തകം ഇപ്പം നമ്മുടെ ടേബിളിലിരിക്കുന്ന പുസ്തകം റിയർവ്യൂ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഒരു പക്ഷേ ഇതിലെ ഏറ്റവും അവസാനത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് വിഷാദ രോഗത്തെക്കുറിച്ചുള്ള ഒരു സാധനമാണ്. അപ്പോൾ മാതൃഭൂമി ആരോഗ്യ മാസികയുടെ ഒരു സ്പെഷ്യൽ എഡിഷനിൽ ഇത് ഒരു കവർ സ്റ്റോറി ആയിരുന്നു. വിഷാദ രോഗം ഉണ്ടാവുകയും മനുഷ്യർ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഒരു സംഭവം. ഇപ്പം സത്യത്തിൽ ഞാനിത് എഴുതിയ എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. എനിക്ക് 2013 ഇപ്പോൾ സ്വപ്ന സന്തോഷത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ജീവിതത്തിലെല്ലാ സന്തോഷം ഇറങ്ങിപ്പോയി, വിഷാദരോഗം ബാധിച്ചു. ഒരു കാരണമില്ലാതെ വിഷാദരോഗം ബാധിച്ച് ഞാൻ ലൈഫിൽ നിന്ന് ഔട്ടായ ഒരു 11 മാസത്തോളം ഉണ്ടായിരുന്നു. എഴുത്തും അങ്ങനെയൊന്നും ഇല്ലാതെ ബ്ലാക്ക് ഔട്ട് ആയ കാലം. പിന്നീട് അപ്പം ആളുകൾക്ക് വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇത് ചികിത്സിക്കാൻ പറ്റാത്ത, അത് എന്താ നമ്മളെന്തെങ്കിലും സയന്റിഫിക് ആയതിന് കാരണമൊന്നും ഇല്ലാതെ വെറുതെ വരുന്നതാണ് മനുഷ്യർക്ക് എന്നൊക്കെ. ഒന്നുമല്ല, പക്ഷെ നമ്മളൊരു ഹോർമോൺ ചേഞ്ച് കൊണ്ടൊക്കെ ഉണ്ടാവുന്നതാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പിന്നെ മനസ്സിലായി ഒരു 100-ൽ 22 പേർക്കും വരുന്ന ഒരു അസുഖമാണത്രേ. അപ്പം ഞാനത് തിരിച്ചറിയാൻ വൈകി. ഏതായാലും അറിഞ്ഞ ഉടനെ അതിന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ പഴയ സന്തോഷത്തിലേക്ക്, പഴയ ലൈഫിലേക്ക് വന്നു. അതിനുശേഷമാണ് ഇത്രയേറെ പുസ്തകങ്ങൾ വന്നത്. സത്യം പറഞ്ഞാൽ ആദ്യം എഴുതിയ പുസ്തകങ്ങളിലേക്ക് അവസാനത്തെ കഥകളൊക്കെ ശോകപര്യവസായി ആണെങ്കിൽ ഈ അസുഖകാലത്തിന് ശേഷം ഉണ്ടായ എല്ലാം പോസിറ്റീവായിട്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മാതൃഭൂമിയുടെ ആ മഗസിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഏതാണ്ട് 2000-3000 പേരെങ്കിലും മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും അസുഖങ്ങളുള്ള ആളുകളുണ്ട്. കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടാവുള്ളൂ. പറയാൻ അവരോടുള്ളത് ഗോ ആൻഡ് മീറ്റ് എ ഡോക്ടർ എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടറാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചികിത്സ തരികയും വളരെ നിസ്സാരമായി. ഇപ്പോൾ നമുക്ക് തലവേദനയ്ക്കോ മുട്ടുവേദനയ്ക്കോ നമ്മൾ മരുന്നെടുക്കുന്ന പോലെ തലച്ചോറിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു പെയിനിന് നമ്മൾ മരുന്നെടുത്ത് ഹോർമോൺ ലെവൽ നോർമലാക്കുന്നു എന്നുള്ള സയൻസാണ് ഇതിനകത്തുള്ളത്. അപ്പം അങ്ങനെ ഒരു സാധനം ചെയ്യാത്തത് കൊണ്ട് തന്നെ മനുഷ്യർ ഇപ്പോൾ അകാരണമായ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, വിഷാദമൊക്കെ ബാധിച്ചിട്ടൊക്കെ. അപ്പം അതിനകത്ത് ഞാനതിൻ്റെ ഒരു സോഷ്യൽ ആക്ടിവിറ്റി ആയിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. സാധാരണ ആളുകൾ വിഷാദം വന്നു കഴിഞ്ഞാൽ പറയാറില്ല, ഭ്രാന്തായിട്ട് തെറ്റിദ്ധരിക്കുക. എനിക്ക് എന്നെ സംബന്ധിച്ചൊന്നും ഇല്ല. ഞാൻ പറയും എല്ലാവരോടും വിഷാദരോഗം വന്നത് അവസരം ഉണ്ടാകുമ്പോഴൊക്കെ പറയും, ഇവർ ഡോക്ടർമാർ ഈ അസുഖത്തിൻ്റെ രോഗികൾക്കും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനും വേണ്ടി നടത്തുന്ന സെമിനാറുകളിൽ ഞാൻ പലയിടത്തും പോയി സംസാരിച്ചു. ചെന്നൈയിലും കോഴിക്കോടും ഇവിടെ വയനാട്ടിലൊക്കെ ഇങ്ങനെ പരിപാടികൾ ഉണ്ടായപ്പോൾ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട്, ഗസ്റ്റല്ല അവർ എക്സ് പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു സർവൈവർ എന്നുള്ള രീതിയിൽ വിളിച്ചിട്ട് ഞാൻ എൻ്റെ കൺസേണും അല്ലെങ്കിൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തു, അതിന് സയൻസ് തന്നെ എങ്ങനെ സഹായിച്ചു എന്നുള്ളത് പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കുകയും കാണാൻ വരുന്ന മനുഷ്യരെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മളൊരു ധർമ്മം പോലെ കരുതുന്നതാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ യാത്രയുടെ പുസ്തകത്തിൽ അത്രയൊന്നും പ്രസക്തമല്ല ഒരു പക്ഷേ എന്ന് തോന്നുമെങ്കിലും ഈ ആർട്ടിക്കിൾ അവസാനം ചേർത്ത് വെച്ചത്. അതും മനുഷ്യന്റെ ജീവിതം ഒരു യാത്രയാണല്ലോ. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിനൊരു പ്രസക്തി ഉണ്ടെന്ന് വിചാരിച്ചു. അതെ. ആ ഒരു സമയത്തിന് ശേഷം ശരിക്കും അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ എഴുത്തിലേക്ക്? ഡെഫിനറ്റ്ലി. അപ്പൊ അതിന് മുന്നേ ഞാനിങ്ങനെ ഒരു 2-3 വർക്കൊക്കെ വന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പം മാജി എന്ന് പറഞ്ഞ നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് അസുഖബാധിതനാവുന്നത്. ലൈഫിൽ വെറുതെ അങ്ങ് ബ്ലാക്ക് ഔട്ടായി, ഒരു സന്തോഷമില്ല, ഫുള്ള് അങ്ങനെ ഇരുട്ടായി, വീട്ടിൽ ഇരുട്ടടച്ചിരിപ്പായി, ഓഫീസിൽ പോവാതായി, ശമ്പളമില്ലാത്ത അവധിയായി. പിന്നീടാണ് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ ചികിത്സ എടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പഴയതിനേക്കാളും സന്തോഷവാനായി, മറ്റ് കുഴപ്പങ്ങളില്ലാതെ പോകുന്നു. അപ്പോൾ സന്തോഷത്തെക്കുറിച്ച് ചോദിച്ചപ്പം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് പറയേണ്ടതുണ്ട് എന്ന് വിചാരിച്ചു. എന്തായാലും തുടർന്നുള്ള എഴുത്ത് ജീവിതത്തിനും അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയ്ക്കും ഒക്കെ റേഡിയോ മാറ്റുലി ആശംസകൾ നേരുകയാണ്. ആയിക്കോട്ടെ, വളരെ സന്തോഷം. റേഡിയോ മാറ്റുലിയുടെ ഒരു കേൾവിക്കാരനാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് പുസ്തകാവതരണത്തിനകത്ത് റേഡിയോ മാറ്റുലി വളരെ ദയാപൂർവ്വം എൻ്റെ 1-2 പുസ്തകങ്ങൾ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ഭൂമികൾ നടക്കുന്നതിലെ പുസ്തകങ്ങൾ വൈഷമ്യങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരാൾ മാജി എന്ന് പറയുന്ന നോവൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. റേഡിയോ നമുക്ക് ഇഷ്ടമുള്ള ഒരു മീഡിയവും കൂടി ആയതുകൊണ്ട് ശ്രദ്ധിക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് പേരിലേക്ക് എത്തുന്ന ഈ മീഡിയത്തിൽ വരാനും നമ്മുടെ കൺസേണും പ്രതീക്ഷകളും ലൈഫും ഒക്കെ ഷെയർ ചെയ്യാനും പറ്റിയതിൽ വളരെ സന്തോഷം, സ്നേഹം. ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് എഴുത്തുകാരനും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ ഹാരിസ് നെന്മേനിയുമായുള്ള അഭിമുഖമാണ്. യാത്രകളിൽ ഏറ്റവും അധികം കണ്ടിട്ടുണ്ടാവുക
ദാരിദ്ര്യത്തിന്റെയും വിശപ്പിന്റെയും കാഴ്ചകളാവും. പട്ടിണി മനുഷ്യനെ കൊണ്ട് എന്തു തന്നെ ചെയ്യിക്കില്ല. ആത്മാഭിമാനമൊക്കെ വിശപ്പിനു മുമ്പിൽ നിസാരമാവുന്നു. ലോകം കാണാനിറങ്ങിയ അദ്ദേഹത്തിന്റെ വാക്കുകളാണിത്. ഒരു കണക്കിന് നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് അല്ലേ? എന്തായാലും തൂലികയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരതിഥിയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, സ്നേഹം. നിർവഹണം സ്വപ്ന രാജേഷ്. തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു.